എല്ലാവർക്കും സുമേഷ് ചേട്ടൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 കൂടിയിട്ട് യാത്രകൾ അവസാനിച്ചെന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ എവിടെയാണ് അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ കൊട്ടവഞ്ചി സവാരി ഉണ്ട്. കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാകുകയാണെങ്കിൽ ഒരിടത്ത് നമ്മളെത്തും. നമ്മൾക്കൊരു ലക്ഷ്യമുണ്ട്. പക്ഷേ ഞാൻ മറ്റേ തിയറിൽ ഞാൻ വിശ്വസിക്കുന്ന മനീഷ്, ഈ മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കും. ഏത് വൃത്തികെട്ട പണിയിലൂടെയും നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലെത്തുക എന്ന് പറയുന്നതൊന്നുമല്ല. ഇതൊരു വർഷത്തിൻ്റെ അവസാന യാത്രയാണ് കേട്ടോ. 2024 എന്ന വർഷം നമ്മെ വിട്ട് വിടവാങ്ങുമ്പോൾ കുറേ ഓർമ്മകളും അതോടൊപ്പം അടുത്ത വർഷത്തേക്കുള്ള കുറേ പ്രതീക്ഷകളും മാറ്റിവെച്ചിട്ടാണ് പോകുന്നത്. പുതുവർഷ പുലരിയിൽ എൻ്റെ കൂട്ടുകാർക്കായി പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ നല്ല കൂട്ടുകാർക്കായി പുതുവത്സര ആശംസകളോടൊപ്പം മനോഹരമായൊരു ദൃശ്യവിരുന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. ആദ്യമേ പറയട്ടെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. 2024 കഷ്ടപ്പാടിൻ്റെയും ദുരിതങ്ങളുടെയും പിടിയിലായിരുന്നു നിങ്ങളുടെ ജീവിതമെങ്കിൽ 2025 അതിൽ നിന്നെല്ലാം മോചനം നേടി നല്ലൊരു സന്തോഷകരമായ അന്തരീക്ഷം ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് കരുതാം. ശുഭപ്രതീക്ഷയുടെ 2025 കാലെടുത്ത് വയ്ക്കാം. നമ്മൾ കുതിരാൻ തുരങ്കം കടന്ന് പീച്ചി ഡാമിലോട്ടുള്ള യാത്രയിലാണ്. ആദ്യമായാണ് ഞാൻ അവിടേക്ക് പോകുന്നത്. ഇന്നെല്ലാവരും തന്നെ മറന്ന് കുതിരാൻ ശ്രീധർമ്മശാസ്താവിനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. സമയം വൈകിയത് കാരണം നേരെ പീച്ചിയിലോട്ട് വെച്ച് പിടിച്ചു. പറ്റിയാൽ മകനെ കാണാത്തതിൻ്റെ വിഷമം അച്ഛൻ വടക്കുന്നാഥൻ്റെ തിരുമുമ്പിൽ ചെന്ന് പറയണമെന്ന് മനസ്സിൽ കരുതി. 4 മണിയോടടുത്ത് നമ്മൾ പീച്ചി ഡാമിലെത്തി. മഴ നിന്നതുകൊണ്ട് ഡാമിൽ ജലനിരപ്പ് കൂടുതലായിട്ടൊന്നുമില്ല കേട്ടോ. ആളുകൾ കുടുംബസമേതം ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു. നല്ല അടിപൊളി റോഡ്, കാലാവസ്ഥയാണെങ്കിൽ നല്ല ഇളം കൂളിംഗ്. പോകുന്ന വഴിയിൽ 1-2 ക്രിസ്ത്യൻ പള്ളികളും സ്കൂളുകളുമൊക്കെ കണ്ടു. വണ്ടി പറഞ്ഞ് പീച്ചി ഡാമിലെത്തി. വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ഏരിയയുണ്ട്. അപ്പോൾ 2 വീലറിന് 5 രൂപയും കാറിന് 20 രൂപയുമാണ് ചാർജ്, പാർക്കിംഗ് ഫീ. അങ്ങനെ നമ്മളത് അകത്തോട്ട് ചെന്നു. എൻട്രി പാസ് എടുക്കണം. 20 രൂപയാണ് ഒരാൾക്കുള്ള ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഗൂഗിൾ പേ ഒന്നുമില്ല, ക്യാഷായിട്ട് തന്നെ കൊടുക്കണം. അപ്പോൾ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കുട്ടവഞ്ചിയൊക്കെ ഉണ്ട് എന്ന് കേട്ടിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ സമയം കാര്യങ്ങളും അറിയില്ല. അപ്പോൾ നമുക്ക് കയറാൻ കുട്ടവഞ്ചിയിൽ യാത്ര ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യവും അറിയില്ല. അപ്പോൾ ഏതായാലും നേരെ പോയി നോക്കാം എന്താ അവസ്ഥ എന്നറിയാലോ. നല്ല ദാഹം. ഒരു ജീരക സോഡയും ഒരു ചെറിയ കടല പാക്കറ്റും മേടിച്ചു. സോഡ 15, കടല 10, ടോട്ടൽ 25 രൂപ. ഇവിടുത്തെ കിട്ടില്ല വിശേഷങ്ങൾ നമുക്ക് കാണാം, ആസ്വദിക്കാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഓടുന്നുണ്ട് നമ്മളൊക്കെ മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഷോപ്പ് വരുത്തുക. ഇഷ്ടപ്പെട്ടവർ ലൈക്കും കമൻറ്റ് ഇടാൻ മറക്കരുത്. ഷെയർ ചെയ്യുക കൂട്ടുകാരോട്. ₹10 കപ്പലണ്ടി വാങ്ങി സായാഹ്നങ്ങൾ ആനന്ദകരമാക്കാൻ നമ്മളെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല, ശരിയല്ലേ? ചിലവ് കുറച്ചും സന്തോഷം കണ്ടെത്താം, മനസ്സ് വേണം എന്ന് മാത്രം. ഡാമിൻ്റെ ഷട്ടർ നോക്കുന്ന ആ ഒരു ചെയിനിൻ്റെ വിത്ത് നോക്കി. ഒരുപാട് സ്ഥലമുണ്ട്, പക്ഷേ ഉപയോഗശൂന്യത തോന്നി പലയിടത്തും. ബീച്ച് ഡാമിലോട്ട് വന്നപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ടൂറിസം വകുപ്പിൻ്റെ ഒരു നല്ല ശ്രദ്ധ ഇവിടേക്ക് വന്നാൽ ഇവിടം വള്ളിപ്പടർപ്പുകളുള്ള പൂങ്കാവനവും മറ്റ് അത്യാധുനിക എന്നാൽ കേരളീയ മുദ്രയുയർത്തുന്ന തലത്തിലോട്ട് പീച്ചി മേഖലയെ കൊണ്ടുപോയിക്കൂടെ എന്നൊരു തോന്നൽ. എല്ലാം ശരിയാവണമെന്നില്ല, തോന്നുന്നത് ചെയ്യുന്നവനെയാണല്ലോ തോന്നിയവാസി എന്ന് പറയുന്നത്. ഞാൻ ഒരു തോന്നിയവാസിയാണ്, അതുകൊണ്ട് മനസ്സിൽ തോന്നിയ കാര്യം ഇവിടെ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. ആർക്കെങ്കിലും മുള്ളാനൊക്കെ മുട്ടിക്കഴിഞ്ഞത് അവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ സെപ്പറേറ്റ് ഏരിയ ഉണ്ട് കേട്ടോ.
എല്ലാം അവിടെ ഉള്ളതാണ്, പറഞ്ഞത് മാത്രം. പീച്ചി ഡാമിൻ്റെ പരിപാടിയാണെന്ന് തോന്നുന്നു. പോട്ടെ. ചങ്ങാതിമാരെ, നമ്മൾ വന്നിട്ട് നടക്കാതെ പോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൊട്ടവഞ്ചിയാണ്. കൊട്ടവഞ്ചി ടൈം 3 മണി വരെ ഇവിടെ ഉള്ളൂ. പോയ സമയത്ത് അവിടെ വഴി ഒരു അടച്ചു വെച്ചിരിക്കുകയായിരുന്നു ഗേറ്റ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ വരുന്നവർ ഇത്തിരി നേരത്തേക്ക് വരിക. ആദ്യം യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. താങ്ക് യു സാർ. അതെ, എന്തായാലും മനോഹരമായിട്ടുള്ള കുറച്ച് സായാഹ്ന കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി സമ്മാനിക്കാൻ എനിക്ക് കരുതിയെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ ഓൺ എന്ന് പറഞ്ഞിട്ട് എനബിളാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മാക്സിമം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ സ്വന്തം യാത്രക്കാരൻ അടുത്ത സ്പോട്ടിലോട്ടുള്ള യാത്രയിലാണ്. എല്ലാവർക്കും നല്ലൊരു സുദിനം നേരുന്നു.